2025 അവസാന ദിവസമായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വീട്ടിൻ്റെ മുറ്റത്ത് ദേ ഈ ഒരു പൂവ് കാണുന്നത്. ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വയറ് നിറയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ബ്രെഡും യോഗട്ടും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോഴാണ് ഉമ്മ കുറച്ച് ചോറായിട്ട് വരുന്നത്. ലാസ്റ്റ് ദിവസമായിട്ട് ചോറ് വെറുതെ സ്കിപ്പ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അതും കഴിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ദേ വെളിയിലേക്ക് ഇറങ്ങി. ഈ കാണുന്നത് വാഴയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അല്ല, ഇത് മണി പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ എപ്പോൾ വീട്ടിൽ വന്നാലും ഇതിനകത്ത് ഒരൊറ്റ ഫ്രൂട്ട് പോലും ഉണ്ടാവാറില്ല. വെറുതെ ഇങ്ങനെ ഇലയും നോക്കിയിരിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞ് വീട്ടിനകത്ത് കയറി വന്നിട്ട് ഇതേ ബ്രെഡും യോഗട്ടും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിച്ച് ചായ കൂടി പാസ്സാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് വണ്ടി കയറി. അപ്പോഴേ ഉറങ്ങുന്നവൻ ഫുഡ് കഴിക്കാറായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റിട്ട് ചിക്കൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിലമേലെത്തിയപ്പോൾ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ആയിരുന്നു കയറിയത്. പിന്നെ 2025 അവസാന ദിവസവും 2026 തുടങ്ങുമ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങളിവിടെ കയറിയത്. ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ വെറുതെയാണ്. ആദ്യമേ തന്നെ നമ്മൾ ബ്രോസ്റ്റഡാണ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. കയറി കഴിഞ്ഞതും പിന്നെ നമ്മുടെ അവൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. ഓരോ കുരുത്തക്കേടുകളൊക്കെ കണ്ടുപിടിക്കാനും അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വാരി വലിച്ചെടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ബ്രോസ്റ്റഡ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി വന്നു. ഈ മന്തിയും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ആരാണ് ബില്ല് പേ ചെയ്യുന്നതെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കനൊക്കെ മേടിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ അവൻ കുറേ ഉമ്മയൊക്കെ തരുന്നുണ്ടായിരുന്നു. അത് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് മിററൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടാൻ പാടില്ലല്ലോ, കുറച്ച് നേരം അതിൻ്റെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കണ്ടേ. ഈ രണ്ട് കാറും കൂടി എങ്ങനെ ഒരുമിച്ച് കഴിക്കാമെന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാലൊക്കെ പാവമായിട്ട് തോന്നുമെങ്കിലും ഇതാണ് കയ്യിലിരിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.